നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി വരൂ, നമുക്കിത് ലോക്കറിൽ കൊണ്ടുവയ്ക്കാം. വാ. ദൈവമേ, അമ്മ ഇങ്ങനെ മാറിയല്ലോ. ഇതിൽ പരം എന്ത് സന്തോഷം എനിക്ക് കിട്ടാനുള്ളത്. ഈ ആന്റിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിധിയെ കൊല്ലും തിന്നൂന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് സ്വന്തം മകളെ കൊണ്ടുപോകുന്ന പോലെയാ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാ ഈ വസുന്ധരാന്റെ ചെയ്യുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ നോക്കി നിൽക്കുന്നത്? ഇത് നിന്റെ ലോക്കറിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടി ചാവിയെടുക്ക്. ആ പിന്നെ ആ ചാവി ഏത് സമയവും നീ നിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ പരിചയക്കുറവുള്ള ആളാണ് ആന്റി. ഇത് ആന്റി തന്നെ സൂക്ഷിച്ചാ പോരെ? പോരാ, ഭാവിയില് നിധി തനിച്ചു വേണ്ടേ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ? അന്നും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. അത് മാത്രമല്ല, ഈ ടെൻഡർ രഹസ്യം നിധിയും ഗൗതമും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇത് സൂക്ഷിക്കാനുള്ള സർവ്വ അധികാരവും അർഹതയും മോക്കുണ്ട്. വേഗം ലോക്കറിൽ വെച്ച് ലോക്ക് ചെയ്യാൻ നോക്ക്. കാണാൻ പറ്റുന്നില്ലല്ലോ. ഇനി ആ ചാവി നിധിയുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് ഗൗതമിന്റെയും നിധിയുടെയും വിജയമാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു ആന്റി. ശരി, എനിക്ക് അർജന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ആന്റി. ആന്റി നിക്ക്, ഞാനാ. ആന്റി ഇതെങ്ങോട്ട് പോകുന്നു? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇവിടെ വെച്ച് തന്നെ വേണോ നിനക്ക് മറുപടി? ആന്റി, ആന്റി എന്താ നിനക്ക് അറിയേണ്ടത്? ആന്റി, ആ ക്യാബിനിലേക്ക് നിധിയും കൊണ്ട് കയറി പോകുന്നത് ഞാൻ കണ്ടു. കയ്യിലിരുന്നത് ടെൻഡർ എൻവലപ്പ് ആയിരുന്നല്ലേ? അതെ. ആന്റിക്ക് അത് വാങ്ങിച്ച് കയ്യിൽ വെച്ചാ പോരായിരുന്നോ? എങ്കിൽ പിന്നെ നമുക്കൊരു ഗംഭീര കളി കളിക്കായിരുന്നല്ലോ. അത് ടെൻഡറിന്റെ കൊട്ടേഷൻ പേപ്പർ അടങ്ങിയ വെറും ഒരു കവർ അല്ല. നിധി ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്ന ആ കവർ അവളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ പാകത്തിനുള്ളൊരു ടൈം ബോംബാണ് ശിവാനി. ഈ വസുന്ധര തീരുമാനിക്കുന്ന സമയത്ത് അത് പൊട്ടും. അതോടെ തീരും നിധിയുടെ സർവ്വ അഹന്തയും അധികാരവും എല്ലാം. നീ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്ക്. എനിക്കൊരാളുമായിട്ട് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഒരാളുമായിട്ട് അർജന്റ് മീറ്റിംഗോ? അതാരാ? അതാരാണെന്ന് ചോദിച്ചാ ആളൊരു സംഭവമാ. ഒന്ന് പറ ആന്റി. ആന്റി ആരെ കാണാനാ പോകുന്നെന്ന്? CKC എന്റർപ്രൈസസിന്റെ ഓണർ CK ചന്ദ്രബോസിനെ കാണാൻ പോവാ ഞാൻ. CK ചന്ദ്രബോസിനെയോ? ആന്റി, അയ്യോ ആന്റി നിക്ക്.
ഞാനൊരു കാര്യം പറയട്ടെ, നിൽക്ക്. ആന്റി, ഞാൻ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ ചെന്നിറങ്ങിയാലേ പാർവതി ആന്റി എന്നോട് 100 ചോദ്യങ്ങൾ ചോദിക്കും. വസുന്ധര ആന്റി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ആ ചോദ്യത്തിന് ഉത്തരം തേടി നീ അധികം അലയേണ്ട കാര്യമൊന്നുമില്ല ശിവാനി. വസുന്ധര ആന്റി എവിടെ പോയി എന്ന് നിനക്കറിയില്ല, പോരെ? അല്ല ആന്റി, പോവല്ലേ, ഞാനും കൂടി വന്നോട്ടെ. അത് വേണ്ട, നീ വന്നാൽ ശരിയാവില്ല. ഇപ്പൊ ആന്റിയുടെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. എല്ലാം നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഇതിന്ന് മാത്രം എന്തിനാ ആന്റി എന്നെ മാറ്റി നിർത്തുന്നത്? ആന്റി അയാളോട്ട് സംസാരിച്ചോളൂ, ഞാൻ ആ ഭാഗത്തേക്ക് പോലും വരില്ല. മാറി ദൂരെ എവിടെയെങ്കിലും നിന്നോളാം. പ്ലീസ് ആന്റി, ഞാനും കൂടി വരട്ടെ. അല്ല ആന്റി, ആന്റി പറഞ്ഞ ഈ CK ചന്ദ്രബോസ് നമ്മുടെ ബദ്ധശത്രു അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആന്റിയും ഇടയ്ക്ക് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ബിസിനസ്സിൽ ആന്റിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ എന്നും അത് ഈ CK ചന്ദ്രബോസ് ആണെന്നും. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? അല്ല, വേറൊന്നുമല്ല. ഏത് വഴിയിലും ആന്റിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ ചന്ദ്രബോസ്. അയാളെന്തിനാ ആന്റി അങ്ങോട്ട് പോയി കാണണം? ചിലപ്പോ ചില ശത്രുക്കളെ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണേണ്ടി വരും ശിവാനി. ശത്രുക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടിയും വരും. ചില ശത്രുക്കളാവട്ടെ ചിലപ്പോ നമുക്ക് വേണ്ടിയും കാത്തു നിൽക്കും. ശത്രുക്കൾ ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നതും മിത്രങ്ങളെ ശത്രുക്കളാക്കുന്നതും നമ്മുടെ ആവശ്യമനുസരിച്ചാ. അതൊരു തന്ത്രം കൂടിയാണ്. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി. ചില വിജയങ്ങൾക്ക് ചില ഇക്വേഷൻസ് ഉണ്ട്, സൂത്രവാക്യങ്ങൾ. അതനുസരിച്ചാ ഈ വസുന്ധര പ്രവർത്തിക്കുന്നത്. തൽക്കാലം നീ കളി കണ്ടാ മതി. ആജന്മ ശത്രുവിനെ കാണണമെന്ന വസുന്ധരയുടെ റിക്വസ്റ്റ് ഒരു വലിയ മിറക്കിൾ. അങ്ങനെ പറയാനാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ വസുന്ധര, എന്നെ കാണണമെന്ന് പറഞ്ഞതും കാണാനായിട്ട് വന്നതും എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജയിക്കാനായി ഏതറ്റം വരെ പോകാനും മടി കാട്ടാത്തവള വസുന്ധര. തന്ത്രങ്ങൾ പലവിധം പയറ്റും വസുന്ധര. നേർക്കുനേർ പോരാടി ജയിക്കാനാവില്ലെന്ന് തോന്നിയാൽ ഭീഷണിയുടെ സ്വരവും ഉയർത്തും. വഴങ്ങിയില്ലെങ്കിൽ കോംപ്രമൈസ്, അതിലും തോറ്റാൽ യാചന. ഇപ്പൊ ഈ CK ചന്ദ്രബോസിന് മുന്നിൽ നിൽക്കുന്ന വസുന്ധരയുടെ മുഖത്തു നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത് ഒരു യാചനയുടെ ഭാഷയാണ്. എന്റെ മകനെ സഹായിക്കണമേ എന്ന യാചന. എന്തു പറ്റി വസുന്ധര? ജപ്പാൻ കമ്പനിയുടെ ടെൻഡറിൽ ഈ CKCയെ തോൽപ്പിക്കാനാവില്ലെന്ന ബോധോദയം ഉണ്ടായോ മാഡത്തിന്? എന്റെ മകന്റെ സ്വപ്ന പദ്ധതിയാണത്, അവന്റെ അഭിമാന പ്രശ്നമാണത്. അതുകൊണ്ട് CKC എന്റർപ്രൈസസ് ടെൻഡറിൽ നിന്നും പിന്മാറി തരണം, അല്ലേ? എന്റെ വരവിന്റെ ഉദ്ദേശം അതല്ലെങ്കിലോ?
CKC പറഞ്ഞതില് ഒരു വരി മാത്രം ശരിയാണ്. ഒരർത്ഥത്തില് ഞാൻ വന്നത് യാചിക്കാൻ തന്നെയാ. CKCയുടെ മറ്റു പ്രവചനങ്ങളെല്ലാം പാടെ തെറ്റിപ്പോയി. എന്റെ മകന് വേണ്ടി ടെൻഡറിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഈ ടെൻഡറിൽ CK ചന്ദ്രബോസ് ജയിച്ചു കാണണമെന്ന് യാചിക്കാനാ. യെസ്, നിങ്ങൾ ജയിക്കണം. ഗൗതമിന് ഈ ടെൻഡർ കിട്ടാൻ പാടില്ല. അവൻ തോൽക്കണം. ഇതൊരു യാചനയുടെ തന്ത്രമല്ല, ഇതിന് ഒരു ചതിയുടെ മണമുണ്ട്. അതും സ്വന്തം കമ്പനിയിൽ നിന്ന്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ചന്ദ്രബോസ്. ഈ ടെൻഡറിൽ ഗൗതം തോൽക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. ഞെട്ടിച്ചു, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല.